ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചിൽ വ്ലോഗിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമുള്ളൊരു വിഷു ആശംസകൾ ഞങ്ങൾ ആശംസിക്കുകയാണ്. പിന്നെ അതോടൊപ്പം നമ്മുടെ ഐഫോണിലെ ആദ്യത്തെ വീഡിയോ ഉണ്ടാ വിഷു ആയിട്ട് അങ്ങോട്ട് എടുക്കാന്ന് ക്ലാരിറ്റിയോട് മാത്രം കാണാൻ പറ്റുള്ളൂ. ക്ലാരിറ്റി കുറവ്, ഷെയ്ക്ക് ചെയ്യല്, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ ഞങ്ങള് മാക്സിമം അത് എടുക്കണം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ നല്ലൊരു വർഷമായിരിക്കും ആകട്ടെ എന്ന് ആശംസിക്കണ്, പിന്നെ പ്രാർത്ഥിക്കണ്. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇതിൽ പഠിച്ചൊക്കെ വരണുള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊക്കെ തന്നേക്കണം കേട്ടാ. അത് തരുമെന്ന് അറിയാം. എന്നാലും പിന്നെ നമുക്ക് ഇന്ന് വിഷുവായിട്ട് ഞങ്ങൾ വാതിലൊക്കെ അടിച്ച് എങ്ങാട് പോകണമെന്ന് വിചാരിക്കും അല്ലേ. വാതിലൊക്കെ അടിച്ച് നമ്മൾ വേറെ എങ്ങാടും അല്ല, നമ്മുടെ വിഷു നമ്മൾ ചേട്ടൻ്റെ വീട്ടിലാണ് എപ്പോഴും വിഷു ആഘോഷിക്കാറ്. ഓണം ഇവിടെ അങ്ങാടും ഇങ്ങോട്ടാണ് നമ്മളെല്ലാം ആഘോഷിക്കാറ്. അപ്പൊ വിഷു നമുക്ക് അവിടെ ആയതുകൊണ്ടും സുനിച്ചേട്ടന് ഉച്ചക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് റെഡിയാക്കി അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്തുമൊക്കെയാണ് ചെയ്യണത്. പിന്നെ ഞാൻ അങ്ങവിടെ പോയി ചെയ്യും. അങ്ങനെ നമ്മൾ സെറ്റാക്കി നമ്മളിതേ ഇപ്പം ചായ കുടിക്കാൻ വേണ്ടി. അപ്പം നമുക്കിന്ന് പുട്ടും മുട്ടക്കറിയാണ്. എൻ്റെ വകയുടെ മുട്ടക്കറി എന്താകുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ചേട്ടനും ചേച്ചിയും അമ്മയും മാത്രമല്ല കേട്ടാ, നമ്മുടെ അനിച്ചേട്ടൻ്റെ ഫാമിലിയും ഉണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ കണ്ടിട്ടില്ല, അനിച്ചേട്ടൻ്റെ ഫാമിലിയും കൂടി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് നമ്മുടെ രാവിലത്തെ ചായ കൂടി ആദ്യം നടത്താൻ പോണ്. അതിന് ശേഷം എല്ലാവരും കൂടി മറ്റേ കല്യാണരാമല്ല പോലെ നമ്മൾ സെറ്റ് ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കണം. എല്ലാവരും കൂടി അവിടെ തേങ്ങ ചിരകുന്നു, കറി വെക്കുന്നു, അങ്ങനെ എല്ലാവരും കൂടി ജഗബൊഗയായിട്ട് വന്നേ വീഡിയോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞ് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമുക്ക് പോവാ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതേ രാവിലത്തെ പരിപാടിയായ ചായ കൂടി അങ്ങോട്ട് വേഗം തന്നെ കഴിച്ചിട്ട് നമുക്കിനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. സാധാരണ പോലെ അല്ല, ഒത്തിരി പണികളുണ്ട്. അപ്പോൾ വേഗം തന്നെ അതൊക്കെ നമ്മളിതേ പണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പണിയെന്ന് വെച്ചാൽ എൻ്റെ പണി ഇതാണ് കേട്ടോ, അരിഞ്ഞൊക്കെ കൊടുക്കാമെന്ന്. ചേച്ചിയും 2 ചേച്ചിമാരും അമ്മയും കൂടിയാണ് പാചകമൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുക്കളയിലൊക്കെ തകൃതിയായിട്ട് ചെറിയ വിരയിൽ കിടക്കണം, വലിയ വിരയിൽ കിടക്കണം. ഞാൻ അപ്പോൾ അവിടെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് എല്ലാം അരിഞ്ഞ് കൊടുക്കുമ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഹെൽപ്പറാണെന്ന് ഞാൻ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സെറ്റാക്കണേന്നും വന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ല സുഖമാണ് വേടി കൊടുക്കണ, ഞാൻ എടുക്കൂല. എനിക്ക് ഫോൺ കയ്യിൽ അധികം നേരം പിടിക്കണത് വലിയ ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു പേടി പോലെയാണ്. ഇനി നമ്മളൊന്ന് സെറ്റായി വന്നിട്ട് വേണമല്ലോ. അപ്പം അതിനിടയ്ക്ക് കൂടി നമ്മൾ സിന്ധുമ്മനെയും കുഞ്ഞിച്ചക്കനെയും ഒക്കെ വിളിച്ച് ചേർത്താനൊക്കെ പറഞ്ഞിട്ടാ. അന്നേരം സുതപ്പൻ അപ്പുറത്തേക്കൊക്കെ പോയേക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അതും വീഡിയോ എടുത്താനേ. കുഞ്ഞിച്ചക്കനാണെങ്കിൽ നല്ല ഉറക്കത്തിലൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് എന്തായാലും വിഷു പരിപാടികൾ പാചകമൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ തരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാചകം ചെയ്യണതൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ തക്കുന്റെ വീട്ടിൽ എത്തിയൊക്കെ മുന്നേ ഇവരെന്താ കാണിച്ചു ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ. അതെ, ചുണ്ണാപ്പി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ഉണ്ടാ. അപ്പൊ ഇവരിവിടെ തക്കുവക്ക് വീട്ടിലാണ് ആഘോഷിക്കുന്നത്. ഇന്ന് ഇവിടെ ചേട്ടന്റെ വീട്ടിലാണല്ലേ, അലിയന്റെ ചേട്ടന്റെ വീട്ടിലാണ്. തൊട്ട ലോങ്ങാണ് ഇപ്പൊ കണ്ടുപിടിച്ചോണ്ട്. അപ്പൊ അവിടെയാണ് പരിപാടി കാര്യങ്ങളൊക്കെ. അവിടെ ഫുഡ് ഒരുക്കങ്ങളൊക്കെ കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചു തന്നല്ല. സവാള ഗിരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് അമ്മയും കണ്ണനും വന്നപ്പോ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ സവാളയൊക്കെ അവർ അരിഞ്ഞ് കറിയാക്കിയിട്ടുണ്ടാവും. എന്നാലും സാരില്ല, പായസം ഞാൻ വെക്കാന്ന് പായസമുണ്ട്. നമ്മളിങ്ങനെ പണ്ടത്തെ ഒരു ആചാരം ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീടുകളിലോട്ട് കൊടുക്കല് അവര് അവരുടെ ഈസ്റ്ററൊക്കെ ആകുമ്പോ ഇങ്ങാട് പാലൂർക്കും ഒപ്പൊക്കെ തരുമ്പോ നമ്മള് വിഷു ഓണമൊക്കെ ആകുമ്പോ പായസവും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോ പോവാൻ റെഡി ആയിക്കണം. പായസം ഞാൻ ഉണ്ടാക്കണോട്ടാ. സവാള ഇപ്പൊ ആരെങ്കിലും ഏറ്റെടുത്ത പോലെ ഉരുളി വെച്ചിട്ട് പോന്നാ മതിയായിരുന്നു. ആരെങ്കിലും പായസം ഏറ്റാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യമില്ല. അപ്പൊ ഇവിടെ തകൃതിയായിട്ട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണ. അതിനിടയിൽ ഞങ്ങൾ വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി തക്കു ചില സാങ്കേതിക കാരണത്താൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല അല്ലെ. നടുവേനാണ് തക്കു. അപ്പൊ അതുകൊണ്ട് തക്കുറങ്ങളവിടെ ഇങ്ങനെ വന്നിട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ വിഷു കാര്യങ്ങളൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചോണ്ടിരിക്കേണ്ട. ഉണ്ണാപ്പ വന്നിട്ട് ആദ്യത്തെ വിഷു അല്ല. വിഷു കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ വീട് കൊടുക്കാനാണ് കൊടുത്ത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതിനിടയ്ക്ക് ഇവരും കൂടി വന്നപ്പോ നമ്മുടെ സന്തോഷം ഒന്നും കൂടി. ഇനി ഉച്ചയാകുമ്പോ സുനിച്ചേട്ടനും കൂടി വരുമ്പോ സന്തോഷം സെറ്റായി. അപ്പൊ അവനെയൊക്കെ വിളിച്ച് ഞാൻ അവനെ എഴുന്നേക്കുമ്പോ അവന് പ്രാവശ്യം കൂടി വിളിക്കണം.
കണ്ണനെടുത്ത് റിയോന്ന എപ്പോഴും വീഡിയോ കോൾ ചെയ്യലാണ് എന്റെ പരിപാടി. ഇവക്ക് ചെയ്യാ ആ ചെക്ക വരുന്ന മതി സുധുവനുണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടൻ അതാണ് കട്ട് ചെയ്ത് അറിയാതെ വിളിക്കാൻ വിളിച്ചോളൂ നീ അതെ. അപ്പൊ നമ്മുടെ 17-ലാണ് iPhone 17 എടുത്തേക്കണത്. അപ്പൊ തക്കുന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ അത് അളിയൻ നേരെ സർപ്രൈസ് ആയിട്ട് നടത്തി കൊടുത്ത്. അപ്പൊ ഇനിയിപ്പൊ എടുത്തൊന്ന് പഠിച്ചെല്ലാം സെറ്റായി വന്നാൽ മതി. കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ലത് തക്കുന്റെ വരും. തക്കുന്റെ വീഡിയോന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണെന്നൊക്കെ എല്ലാവരും പറയണ്ടായിരുന്നു. അത് ഞാനും പറയുമായിരുന്നു. നല്ല രീതിക്ക് എടുക്കുമ്പോ ഭയങ്കര ഷോ ആയിട്ട് എടുക്കണത്. ക്ലാരിറ്റി ഇല്ലോട്ടും സൗണ്ടില്ല. അതെല്ലാം നിങ്ങളെല്ലാം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് അവിടെയും കാണുന്നത്. അപ്പൊ എല്ലാവരുടെയും അഭ്യർത്ഥന മൂലം നമ്മൾ എന്തായാലും മൈക്ക് പറഞ്ഞാൽ മേടിക്കാൻ പോണേന്. അതിനെന്തായാലും വൈകിക്കുന്നില്ല. അതെന്തായാലും മേടിക്കും. ആ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ എഡിറ്റ് ചെയ്തപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല, എടുത്തപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. അതെന്താ അതെ അത് ഫുള്ള് വോയിസ് ഓവർ അല്ലേ. അതിലങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോ ഇവരുടെ ബാക്കി വിഷയങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ അതെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ടിരുന്നാ മതി. അപ്പൊ അത്ര ഉള്ളു. ഇനി ബാക്കി വിഷയങ്ങൾ തക്കു കാണിച്ചു തരും. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അവരങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ വീണ്ടും നമ്മുടെ പണിപ്പുരയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വകയാണ് പായസം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. അപ്പോൾ അതേ പായസം റെഡിയാക്കണ സമയം കൊണ്ട് ഇതേ മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ ചേച്ചി റെഡിയാക്കണുണ്ട് കേട്ടോ. മീൻ റെഡിയാക്കണ സമയത്ത് അപ്പുറത്തെ അടുക്കളയിൽ വേറെ ചേച്ചി സവാളയൊക്കെ വാട്ടുന്നുണ്ട്. നമുക്കിന്ന് താറാവ് കറിയൊക്കെ വെക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ താറാവൊക്കെ നല്ല ഉപ്പി പറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താറാവിനെ ശരിയാക്കുന്നുണ്ട്. ഒരടുപ്പിൽ അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കല്യാണരാമൻ പരിപാടികളൊക്കെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തിരക്കാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ചേട്ടൻ അടുപ്പ് കാര്യങ്ങളൊക്കെ കത്തിച്ച് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ പായസമൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അയൽവക്കത്തൊക്കെ പായസമൊക്കെ കൊടുക്കാനായിട്ട് സുധുവും പൊന്നൂസും കൂടിയാണ് കേട്ടോ പോയത്. സാധാരണ ഞാനും ചേച്ചിയും കൂടിയാണ് പോവാറ്. അപ്പം അത് നേരമില്ലാത്ത കാരണം ഇന്ന് അവരാണ് പോയത്. അത് കഴിഞ്ഞ് ഇതേ പായസത്തിൻ്റെ പാത്രം കൂടി അങ്ങോട്ട് വടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി. അതിനുശേഷം പിന്നെ ഇതേ നമ്മൾ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മിക്കതും അടുപ്പത്ത് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിൽ ചിക്കൻ വറുത്ത് കോരി മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ വലിയ ഉരുളിയിൽ തന്നെ മീനും വറുക്കാനായിട്ട് വെച്ച്. പക്ഷേ മീൻ വറുക്കൽ നമുക്ക് ഇത്തിരി പാടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളിയിൽ നമ്മൾ മീൻ വറുക്കുമ്പോഴേക്കും അതിൻ്റെ വെയിലും ചൂട് കൊണ്ടാണ് ഇങ്ങോട്ട് പോരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഉരുളിയിൽ നിന്നുള്ള പരിപാടി മാറ്റിക്കൊണ്ട് നമ്മൾ വേഗം തന്നെ അടുക്കളയിലോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പ്ലാനാക്കി. ഇതേ അപ്പോൾ സുധപ്പനാണെങ്കിൽ ഇത് നമ്മുടെ തോട്ടിൽ നമുക്ക് മീൻ വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തോട്ടിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. അത് കണ്ണൻ ചേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 മീൻ. അങ്ങനെ ബാക്കി മീനെയൊക്കെ ഞാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് വേഗം ആക്കി. കാരണം വെയിൽ അങ്ങോട്ട് കൂടിയപ്പോഴേക്കും ഒരു രക്ഷയില്ല, അവിടെ ഇരുന്ന് വറുക്കാനായിട്ട് പറ്റണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും ചേച്ചിമാരും പിന്നെ എൻ്റെ കൈയാണെങ്കിൽ 2-3 എടുത്ത് പൊള്ളയും ചെയ്തിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ പിന്നെ ബാക്കി നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ഇനി ഒരേ ഫുഡുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വെച്ച പായസം, പിന്നെ ഞാൻ വെച്ച പായസം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയണത്. പിന്നെ അവിയൽ, പിന്നെ മാമ്പഴ പുളിശ്ശേരി, താറാവ് കറി, പിന്നെ ഒരു കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്പീഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്പീഡിൽ പോകുമല്ലോ എന്ന് ഓർത്താണ് സ്പീഡ് ഒരുപാടാക്കി ഇടാതിരുന്നത്. പിന്നെ സാമ്പാർ, പിന്നെ ദേ നമ്മുടെ മീൻ വറുത്തത്, പിന്നെ ചിക്കൻ പെരട്ടായിരുന്നു. അത് നമ്മുടെ ചേച്ചിയുടെ വക സ്പെഷ്യൽ ചിക്കൻ പെരട്ടായിരുന്നു. പിന്നെ ഇഞ്ചി അച്ചാറിൻ്റെ പാത്രം തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ സുധപ്പൻ്റെ അടുത്തിട്ട് ഞാൻ കൈമാറുന്നുണ്ട്, സുധൊന്ന് തുറക്കടാന്ന്. പിന്നെ ഇത് സുനിച്ചേട്ടൻ കൊണ്ടുവന്ന പായസം ഉണ്ട്. സുനിച്ചേട്ടൻ അമ്പലത്തിൽ നിന്ന് എല്ലാ വർഷവും പായസം കൊണ്ടുവരാറുണ്ട്. പിന്നെ അച്ചാറുകൾ 2 തരം അച്ചാർ, വെള്ളം, അങ്ങനെ പപ്പടം, ചോറ് എല്ലാം റെഡിയാക്കി വെച്ചേക്കിയിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള അനിച്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അനിച്ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എല്ലാം റെഡിയാക്കി വാഴയിലൊക്കെ മുറിച്ച് എല്ലാം റെഡിയാക്കി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ കൊച്ചു ഓണം ആയാലും വിഷു ആയാലും ഞങ്ങളിങ്ങനെ 2 വീട്ടിൽ കൂടണോണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല ശരിക്കും. അങ്ങനെ ഇരിക്കും ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ ട്രിപ്പിന് തന്നെ എല്ലാവരും കൂടി ഇരിക്കും. അപ്പം ഞങ്ങളുടെ കൊച്ചു വിഷു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.